നമസ്കാരം. ഇനി ആ പ്രതീക്ഷ വേണ്ട. കേരളിന് വേണ്ടി തേടിയ ഭൂമി തരാനാവില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് റെയിൽവേ. സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി വിട്ടു നൽകുന്നതിൽ എതിർപ്പുന്നയിച്ച് ദക്ഷിണ റെയിൽവേ രംഗത്തു വന്നു. ഭൂമി വിട്ടു നൽകിയാൽ കേരളത്തിലെ റെയിൽ വികസനം സാധ്യമാകില്ലെന്നും ഭൂമി കൈവശമില്ലെങ്കിൽ വേഗപരിധി കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ 187 ഹെക്ടർ സ്ഥലമാണ് കേരയിൽ കോർപ്പറേഷൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടത്. പിന്നീട് ഇത് 107 ഹെക്ടറായി ചുരുക്കി. എന്നാൽ ഭൂമി വിട്ടു നൽകാൻ സാധിക്കില്ല എന്ന നിലപാടാണ് റെയിൽവേ സ്വീകരിച്ചിട്ടുള്ളത്. റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള 107 ഹെക്ടർ ഭൂമി വിട്ടു നൽകിയാൽ അത് ഭാവിയിൽ കേരളത്തിലെ റെയിൽവേയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റെയിൽവേയുടെ നിലപാട്. സ്റ്റേഷനുകളുടെ വികസനം, ലൈനുകളുടെ ഇരട്ടിപ്പിക്കൽ, സിഗ്നൽ സംവിധാനത്തെ ഇരട്ടിപ്പിക്കൽ തുടങ്ങിയ കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഭൂമി വലിയ തോതിൽ അനിവാര്യമാണ്. അതിനുവേണ്ടിയുള്ള ഭൂമിയാണ് റെയിൽവേ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത്. ഈ ഭൂമി വിട്ടു നൽകിയാൽ ഭാവിയിൽ സ്റ്റേഷൻ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ബാധിക്കും എന്നാണ് ദക്ഷിണ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി പ്രവർത്തകനായ കോട്ടയം സ്വദേശി MD തോമസിന് നൽകിയ മറുപടിയിലാണ് ദക്ഷിണ റെയിൽവേ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതേ മറുപടി തന്നെ ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിനും സമർപ്പിച്ചിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാർ സ്വപ്ന പദ്ധതിയായി കൊണ്ടുവന്ന റെയിലിൻ്റെ സർവേ തുടങ്ങിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഭൂമി വിട്ടു നൽകുന്നവരിൽ നിന്നും, പരിസ്ഥിതി സംഘടനകളിൽ നിന്നും, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും മാത്രമല്ല, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സഹയാത്രികരിൽ നിന്നും പദ്ധതിക്ക് വമ്പിച്ച എതിർപ്പ് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പ്രതിഷേധം രൂക്ഷമായതോടെ സ്വകാര്യ ഭൂമിയിൽ നടത്തിയിരുന്ന സർവേ നിർത്തിവെക്കാൻ സർക്കാർ നിർബന്ധിതരായിരുന്നു. പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയ കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേ വക ഭൂമി വിട്ടു നൽകും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു സർക്കാരിന്. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ ആവിയായത്. 2 ലക്ഷം കോടി രൂപ മുടക്കി കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് 4 മണിക്കൂർ കൊണ്ട് ഓടിയെത്താമെന്നും പാലക്കാട്ടെ കൂറ്റനാട്ട് നിന്ന് അപ്പമുണ്ടാക്കി കൊച്ചിയിൽ കൊണ്ടുപോയി വിറ്റ് ഉച്ചഭക്ഷണത്തിന് മുമ്പ് തിരികെ എത്താമെന്നുമൊക്കെ തള്ളിയ സ്വപ്ന പദ്ധതിയാണ് ഇപ്പോൾ പ്രതിസന്ധിയിൽ നിന്നും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നത്. റെയിൽവേ കനിഞ്ഞില്ലെങ്കിൽ പദ്ധതി യാഥാർത്ഥ്യമാകാൻ സാധ്യത വളരെ കുറവാണെന്നിരിക്കെ കേരയിൽ കരിഞ്ഞുപോയ ഒരു ചുവപ്പൻ സ്വപ്നമായി അവശേഷിക്കുമോ എന്നേ ഇനി അറിയാനുള്ളൂ.